ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന തമ്പനെയിലുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ ഓൾറെഡി എഡിറ്റ് ചെയ്യാനൊക്കെ അറിയുന്നവരാണ്. എന്നാലും ആർക്കെങ്കിലും പുതിയതായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഇതൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇത് തന്നെയാണ് കറക്റ്റ് മെത്തേഡ്, ഇത് തന്നെയാണ് അതിന് വേണ്ട ആപ്ലിക്കേഷൻ എന്നൊന്നും പറയുന്നില്ല. ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരുന്നു. ഇതൊട്ടും അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കാണുന്ന പലരും ലൈക്ക് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ്. നമ്മൾ 2 മാസമേ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ തംബ്നെയിൽ ക്രിയേഷൻ പഠിക്കാൻ പോകുന്നത് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആണ്. അപ്പോൾ ക്യാൻവ നമുക്ക് ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം CANVA ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ലോഡ് ചെയ്ത് വരുന്നത് തന്നെയാണ് ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ ക്യാൻവ. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ക്യാൻവയുടെ ഇൻ്റർഫേസാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് വരിക. അപ്പോൾ ക്യാൻവയിൽ ഒരു 50% ടെംപ്ലേറ്റ്സുകൾ ഫ്രീ ആണ്. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നില്ല. ഫ്രീ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ താഴെ നമുക്ക് ടെംപ്ലേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ, പ്ലസിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അത് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ടെംപ്ലേറ്റുകൾ അവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൻ്റെ തംബ്നെയിലാണല്ലോ. അപ്പോൾ നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ തന്നെ സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്തിനെ ബേസ് ചെയ്തിട്ടാണോ, അപ്പോൾ വ്ളോഗ് ആണെങ്കിൽ വ്ളോഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം, മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തിനെ റിലേറ്റഡ് ആയിട്ടാണോ നമ്മൾ തംബ്നെയിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സുകൾ കിട്ടും. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കിരീടം പോലെ ഒരു സിമ്പിൾ കാണുന്നുണ്ടോ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്രോ ആണ്, അതായത് പെയ്ഡ് ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ അതിലൊരു വാട്ടർമാർക്കൊക്കെ വരും. അതല്ലാണ്ട് ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിയെല്ലാം ഫ്രീ ടെംപ്ലേറ്റ്സുകളാണ്. പ്ലാൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനിങ്സും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അതിൽ നിന്നൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം അതിലെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം അതിലുള്ള ഫോട്ടോസ് താഴെ ലോഡാവും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഗാലറിയുടെ താഴെ കണ്ടോ അപ്ലോഡ് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നും നമുക്ക് ഇതിലോട്ടേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഏത് ഫോട്ടോ ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്ലോഡ് ചെയ്യാം. ഞാനിതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 3 ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ആ ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ആ ഫോട്ടോ അവിടെ അപ്ലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓരോരോ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് താഴെ അപ്ലോഡ് ആയതിനു ശേഷം മേലെ റൈറ്റ് സൈഡിൽ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ഇപ്പോൾ റീപ്ലേസ് ആയി. ഇനി ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിനെ ക്രോപ്പ് ചെയ്യാം, സൈസ് മാറ്റാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്രോപ്പ് കാണിച്ചു തരാം. ക്രോപ്പ് കൊടുത്തിട്ട് ഞാൻ അതിനെ ഇറക്കി വെച്ചപ്പം ഇപ്പോൾ കറക്റ്റായിട്ട് ആ സ്പേസിലായി. ഇതിലെ എല്ലാം A to Z എല്ലാ കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ വേണ്ടാത്തത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വാട്ടർമാർക്കൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അതുപോലെ അതിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഞാൻ വെറുതെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ മിനി വ്ളോഗ് എന്നാക്കി കൊടുക്കുകയാണ്. എൻ്റെ കണ്ടൻറ്റ് ഞാൻ ടൈപ്പ് ചെയ്യാണ്. അതുപോലെ ഫാർ ബ്രാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തതിൽ പകരം എൻ്റെ ചാനലിൻ്റെ പേര് സുജി സന്ധു എന്ന് ഞാൻ ടൈപ്പ് ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം അത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ടച്ച് ചെയ്താൽ മേലെ ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ റിമൂവ് ചെയ്യാം. അതുപോലെ ടോട്ടൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് ആ കളറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം താഴെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം, കസ്റ്റമൈസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലെല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ പുതിയ എലമെൻറ്റ്സുകൾ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു ഐക്കൺ ഇതിലോട്ട് കൊണ്ടുവരണമെങ്കിൽ താഴെ നമുക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ സെർച്ച് ചെയ്യാണ്, യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഐക്കൺസ് ഒക്കെ വരും. അപ്പോൾ അതിൽ ആ കിരീടം വെച്ചിട്ടുള്ളതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, പ്രോ ആണ്. അതില്ലാത്ത ഒരെണ്ണം നമ്മൾ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് വെക്കാം. എന്ത് സിമ്പിൾസ് വേണമെങ്കിൽ ലൈക്കിൻ്റെ സിമ്പലോ എന്ത് സിമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ട് എലമെൻറ്റ്സിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് മേലത്തെ ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡൗൺലോഡായിട്ട് കിട്ടും. വിത്തൗട്ട് വാട്ടർമാർക്ക് നല്ല ക്ലാരിറ്റിയിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പം എൻ്റെ നമ്പറിലോട്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അതൊന്ന് വ്യൂ ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് തംബ്നെയിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരം ജസ്റ്റ് കണ്ടുപോയത് ക്യാൻവയുടെ തംബ്നെയിലിൻ്റെ ക്രിയേഷനാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു റെഡിമെയ്ഡ് ടെംപ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്ത് ക്യാപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കളറൊക്കെ ഒന്ന് മാറ്റി, അത്രയാണ് കാണിച്ചു തന്നിട്ടുള്ളൂ. ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല വീഡിയോ, അതുകൊണ്ട് ജസ്റ്റ് ഷോർട്ടായിട്ടേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്
അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസുകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. താങ്ക്